നമസ്കാരം കൂട്ടുകാരെ. താലൂക്കിലെ വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹസ്പർശം ശ്രീമതി ജയന്തി ജി എഴുതിയ അതിജീവന കുറിപ്പാണ്. അതിലെ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിൽ എന്നുള്ള അധ്യായമാണ് ഇന്ന് വായിക്കുന്നത്. സന്ദർശകരിൽ ധാരാളം സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. എനിക്കിപ്പോൾ 3 പേർ രക്തബന്ധുക്കളായി. ഷാജഹാൻ സാർ, തുളസി സാർ, സലിൽ സാർ. ഇവരാണ് എനിക്ക് രക്തദാനം ചെയ്തത്. സഖാക്കൾ, അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ രക്തം തരാൻ സന്മനസ് കാട്ടിയവർ. അവരോടൊക്കെ എങ്ങനെ കടപ്പാട് തീർക്കുന്നത്? ഡോക്ടർമാരിൽ മിക്ക പേരും ഓണാവധിയിലാണ്. സാറും രാധാകൃഷ്ണ സാറുമൊക്കെ മെഡിക്കൽ സ്റ്റുഡൻസിനും കോളേജ് അടച്ചു. വാർഡിലും തിരക്ക് കുറഞ്ഞു. പേവാർഡ് കിട്ടിയതുകൊണ്ട് ശ്രീയേട്ടന് രാത്രി അവിടെ കിടക്കാം. അമ്മ പകുതിയായി. അമ്മയുടെ ആ അവസ്ഥയിൽ മുഷിഞ്ഞ് സംസാരിക്കേണ്ടി വന്നു. സന്ദർശകർ കൂടിയപ്പോൾ എന്തോ അനിഷ്ടം പറഞ്ഞു. ആവശ്യത്തിന് സഹായിക്കാൻ അവരേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മറുപടി നൽകി. എൻ്റെ സുരക്ഷയെ കരുതി പറഞ്ഞതാണെങ്കിലും സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് വിലക്കുന്നത്? എന്നും രാവിലെ ശിവപ്രസാദ് സാറും ഒരു ഡോക്ടർ അനിയത്തിയും വരും. വേണ്ട സഹായങ്ങളൊക്കെ ഏർപ്പാടാക്കും. പ്ലാസ്റ്റിക് സർജറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഡോക്ടറും വന്ന് നിർദ്ദേശങ്ങൾ നൽകും. VIP പരിഗണനയിലാണ് ലഭിക്കുന്നത്. സഹതാപമാണോ? ദയവില്ലാത്തത് താഴേക്കിടയിലുള്ളവർക്കാണ്. ചെയ്യുന്ന ജോലിയുടെ നിലവാരം മനുഷ്യരുടെ പ്രകൃതം മാറ്റുന്നതാവാം. ശിവപ്രസാദ് സാർ ശ്രീയേട്ടൻ്റെ സുഹൃത്ത് വിശ്വംഭരൻ സാറിൻ്റെ പോത്തൻകോട്ടെ വീട്ടിലെ വാടകക്കാരനാണ്. B തിയേറ്ററിൽ വച്ച് രോഗിയെ സ്വയം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയ ആൾ. അന്ന് കണ്ടപ്പോൾ ആളൊരു ഗൗരവക്കാരനാണെന്നാണ് തോന്നിയത്. ത്യാഗിയായ ഡോക്ടറാണെന്ന് കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ മനസ്സിലായി. പോത്തൻകോട്ടെ വീട്ടിൽ പാവപ്പെട്ട ധാരാളം രോഗികൾ ചെല്ലാറുണ്ട്. സാറിൻ്റെ യൂണിറ്റിലെ ഒരാൾ പോലും ഷൈലോക്ക് അല്ല. പണസമ്പാദനത്തിന് ഈ തൊഴിൽ ദുരുപയോഗം ചെയ്യുന്നില്ല. സ്വന്തം ചോറിനോട് ആത്മാർത്ഥത പുലർത്തുന്നവർ. അത്തരം യൂണിറ്റിൽ അഡ്മിറ്റ് ആകാൻ കഴിഞ്ഞത് നിർഭാഗ്യത്തിനിടയിലെ ഭാഗ്യം. ചുമ വല്ലാതെ കഷ്ടപ്പെടുത്തി. ചുമ വന്നാൽ വയറിലെ ബാൻഡേജ് കൊണ്ടുള്ള ഡ്രസ്സിങ് പുറത്ത് അമർത്തി പിടിച്ചിട്ടേ ചുമയ്ക്കാവൂ എന്ന് പ്ലാസ്റ്റിക് സർജറിയിലെ നന്ദകുമാർ സാർ നിർദ്ദേശിച്ചിരുന്നു. ചിലപ്പോൾ മനസ്സെത്തുന്നിടത്ത് കൈയെത്താത്ത അവസ്ഥ ഉണ്ടായി. കഫം തൊണ്ട വരെ വരും. ചുമച്ച് പുറത്ത് കളയാൻ ശക്തിയില്ല. ഒത്തിരി കഷ്ടപ്പെട്ടു. ചുമയ്ക്ക് മരുന്ന് കഴിക്കുന്നതിനോട് ശിവപ്രസാദ് സാർ എതിരായിരുന്നു. ആവി പിടിക്കാൻ ഏർപ്പാടാക്കി. പക്ഷേ എഴുന്നേറ്റിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നേരെ ആവി പിടിക്കാനും കഴിയില്ല. നേരെ കിടക്കുമ്പോൾ തല ഉയർത്തി കിടക്കണമെന്ന് തോന്നും. അങ്ങനെ കിടന്ന് കുറച്ച് കഴിയുമ്പോൾ നേരെ കിടക്കണമെന്നും. എങ്ങനെയൊക്കെയോ കിടന്നാലും ശരിയാകുന്നില്ല. ട്രെയിൻ എടുത്തിട്ട് റൂമിലേക്ക് മാറ്റാമെന്ന് ശിവപ്രസാദ് സാർ പറഞ്ഞു. തൊണ്ടയിലും വയറിലും മാറിലുമൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന രോഗികൾ. നവജാത ശിശുവിനെ പോലെ ബന്ധുക്കൾ പരിചരിക്കുന്നവർ. ചെറിയ സഹായം മാത്രം വേണ്ടവരൊക്കെ അക്കൂട്ടത്തിലുണ്ട്. അവശ്യ നിലയിലുള്ളവർക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കേണ്ട സമയം സ്ക്രീനിനു വേണ്ടി കൂട്ടിരിപ്പുകാർ ഓട്ടമാണ്. വാർഡിനരികിലെ വരാന്തയിലാണ് തീപ്പൊള്ളലേറ്റവർ കിടക്കുന്നത്. അവരുടെ അസഹനീയമായ നിലവിളി ഹൃദയഭേദകമാണ്. ചിലർ അവരെ ദയവില്ലാതെ ശകാരിക്കുന്നു. അഹങ്കാരം കൊണ്ട് സ്വയം വിതച്ച വിനയല്ലേ എന്നാണ് ചോദ്യം. മറ്റുള്ളവരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. തീപ്പൊള്ളലേറ്റവരുടെ ബന്ധുക്കൾ ചെകുത്താനും കടലിനും ഇടയിലെ അവസ്ഥയിലാണ്. ഒരു വശത്ത് മരണവേദന ദീനദീനം വിലപിക്കുന്ന രോഗി, മറുവശത്ത് നേഴ്സുമാർ, അറ്റൻഡർമാർ, തൂപ്പുകാർ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരുടെ ശകാരം. വെന്തെളിഞ്ഞ മാംസത്തിന്റെ ദുർഗന്ധം. ബെഡിൽ വിരിച്ച പോളിത്തീൻ കവറിന് പുറത്താണ് കിടത്തുന്നത്. ഒരു യുവതി പിടഞ്ഞപ്പോൾ താഴെ വീണു. പല കാരണങ്ങളാൽ പൊള്ളലേറ്റവർ. ഒരാളുടെ ഭർത്താവ് ദേഹത്ത് മണ്ണെണ്ണൊഴിച്ച് തീ കൊളുത്തിയതാണ്. മറ്റൊരാൾ ഭർത്താവിനെ ഒന്ന് പേടിപ്പിക്കാൻ മണ്ണെണ്ണ അയാൾ തീപ്പെട്ടി ഉരച്ച് ദേഹത്തിട്ടു. ഇനിയും ഒരാൾ മണ്ണെണ്ണ സ്റ്റവ് പൊട്ടിത്തെറിച്ച് പൊള്ളലേറ്റത്. മറ്റൊരാൾ അച്ഛൻ്റെയും അമ്മയുടെയും വഴക്ക് കണ്ട് സ്വയം തീ കൊളുത്തിയതാണ്. പേവാർഡിലേക്ക് മാറ്റും മുമ്പ് ദേഹം വിട്ടൊഴിഞ്ഞ് 3ഓ 4ഓ ഒന്ന് പോകുമ്പോൾ മറ്റൊന്നെത്തുകയായി. അച്ഛൻ്റെ ഒരു പരിചയക്കാരൻ്റെ ചെറുമകളെ തൊട്ടടുത്ത ബെഡിൽ കൊണ്ട് കിടത്തി. 10-12 വയസ്സ് വരും. തീരെ മെലിഞ്ഞ ഒരു കുട്ടി. ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. വേദന സംഹാരികൾ കുത്തിവെച്ചിട്ട് പോലും വേദന ശമിക്കാത്ത അവസ്ഥയിലാണ് ആ മോൾക്ക് ഓപ്പറേഷൻ നടത്തിയത്. ഓണസദ്യയുമായി ഉണ്ണി അനിയനും മിനിയും പാപ്പയും ലില്ലി ചേച്ചിയും മക്കളും വന്ന ദിവസമാണ് ട്രെയിൻ എടുത്തത്. ജീവൻ പറഞ്ഞു പോകുന്ന വേദനയായിരുന്നു ട്രെയിൻ എടുത്തപ്പോൾ. അതുവരെ ഒളിച്ചുവെച്ച കണ്ണീർ അറിയാതെ ഒഴുകാൻ തുടങ്ങി. അയ്യോ അമ്മയെ നിലവിളിച്ചു പോയി. അപ്പുറത്തെ കട്ടിലെ മോളുടെ അമ്മൂമ്മ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. മോളെ, കരയാതെ നമ്മളെല്ലാം സഹിച്ചു തീരൂ. എൻ്റെ കണ്ണീർ ആ അമ്മ തുടച്ചപ്പോൾ ചിന്തിച്ചു, ഇവരെൻ്റെ ആരാണ്? ഇതാദ്യമായാണ് കണ്ടത്. എൻ്റെ വേദന സ്വന്തം വേദനയാക്കി മാറ്റിയ ആ അമ്മയുടെ മുഖത്ത് സങ്കടഭാവവും കണ്ണിൽ കണ്ണുനീരും. ശിവപ്രസാദ് സാറിൻ്റെ മുഖത്ത് നിസ്സംഗഭാവം. ഡോക്ടർ അനിയത്തിക്കുട്ടിയുടെ മുഖത്തും സങ്കടവും സഹതാപവും നിഴലിച്ചു. കണ്ണുനീരുണങ്ങും മുമ്പെത്തിയ ഉണ്ണി അനിയനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഉണ്ണി, എൻ്റെ അവസ്ഥ കണ്ടില്ലേ? നീ ചേട്ടത്തിക്ക് വീട്ടിലെത്തുമ്പോൾ സഹായത്തിനൊരു ജോലിക്കാരിയെ കണ്ടുപിടിച്ച് തരണം. ശരി ചേട്ടത്തി, ഞാൻ ആളെ എത്തിക്കാം. മോൻ ഒരു ഉല്ലാസയാത്രയുടെ മൂഡിലായിരുന്നു. അണ്ണന്മാരുമൊത്ത് ചിരിച്ച് തമിഴ്ക്കുന്നു. കരുവാളിച്ച് വരണ്ട ചുണ്ടുകൾ കണ്ട് ചോദിച്ചു, അമ്മയുടെ ചുണ്ടെന്താ ഇങ്ങനെ കറുത്തത്? ചിരിച്ചു. അനുജത്തിക്കും ചേച്ചിമാർക്കും മക്കൾക്കുമൊപ്പം അവൻ തിരിച്ചുപോയി. നന്ദി.